പിന്നെ അയാൾ പറയുന്നൊരു കാര്യം, മുഹമ്മദ് നബി മരിച്ചു. അയാൾ ഈ സാജനോടുള്ള ഇന്റർവ്യൂവിൽ പോലും പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഇന്റർവ്യൂവിൽ മുഹമ്മദ് നബി മരിച്ചു, എല്ലാവരും മരിച്ചുപോയി, യേശുക്രിസ്തു മരിച്ചു പക്ഷെ ജീവിച്ചു. അപ്പൊ എന്നും ജീവിക്കാം എന്നുള്ളൊരു ഹോപ്പ് നൽകിയത് എനിക്ക് യേശുക്രിസ്തുവാണ് എന്ന്. ഒരാൾ മരിക്കുന്നതോടുകൂടെ അയാൾക്ക് എല്ലാവിധ ബന്ധങ്ങളും എല്ലാ സംഗതികളും ഇല്ലാതാവുന്നു. അയാൾക്ക് ഉണരാൻ കഴിയോ? ഇല്ല. അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയോ? ഇല്ല. മരിച്ചടക്കുന്ന ഒരാൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇയാൾ ഉയർത്തെഴുന്നേറ്റത്? എങ്ങനെയാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്? ഒരു സാധ്യതയുള്ളൂ, അള്ളാഹു അല്ലെങ്കിൽ യഹോവയാം ദൈവം പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഓക്കെ. അല്ലാതെ മരിച്ചടക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് എണീക്കാന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇതെന്താ അലാറം വെച്ച് ഉറങ്ങണോ മരിക്കാന്ന് പറഞ്ഞാൽ? പിന്നെ എങ്ങനെയാണ് ഇയാൾ എഴുന്നേറ്റത്? ഇദ്ദേഹം എഴുന്നേറ്റു എന്ന് പറയുന്നല്ലോ, അതെങ്ങനെയാണ്? പിതാവായ ദൈവം എഴുന്നേൽപ്പിച്ചു, അത്രയല്ലേ ഉള്ളൂ, വേറൊരു സാധ്യതയില്ലല്ലോ. മരിയ ജോസഫെ, ഈ മരിച്ച യേശുവിനെ എഴുന്നേൽപ്പിച്ച പിതാവിനെ, യേശുവിൻ്റെ ദൈവമാകുന്ന യഹോവയെ, ഇലാഹിനെ ആണോ ആരാധിക്കേണ്ടത്? അതോ ഈ മരിച്ചുപോയി എന്നിട്ട് പിതാവ് എഴുന്നേൽപ്പിച്ചു മൂപ്പരാളാണോ ആരാധിക്കേണ്ടത്? ലളിതല്ലേ ചോദ്യം? മരിച്ച ഒരാൾക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല, ഒരാളെ എഴുന്നേൽപ്പിക്കണം. തീർച്ചയായിട്ടും പിതാവാകുന്ന ദൈവം എഴുന്നേൽപ്പിച്ചു. ആരെയാണ് ആരാധിക്കേണ്ടത്? മരിച്ച യേശുവിനെയോ അതോ പിതാവാകുന്ന എഴുന്നേൽപ്പിച്ച ദൈവത്തെയോ? യേശുക്രിസ്തു പറയുന്നു, മാർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ, ഇസ്രായേലെ കേൾക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നമ്മുടെ ദൈവം ഏകൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇതാണ് മുസ്ലിങ്ങളെല്ലാവരും തുടരുന്നത്.